മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനം ഭീകരവാദ നീക്കമെന്ന് കേന്ദ്ര സർക്കാർ. അന്വേഷണം വ്യാപിപ്പിച്ച NIA. ഉമർ നബിയുടെ ഉടമസ്ഥതയിലുള്ള രണ്ടാമത്തെ കാർ കണ്ടെത്തി. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ അൽഫലാ സർവകലാശാലയിൽ സൂക്ഷിച്ചത് 10 ദിവസം. ഡൽഹി അതിർത്തിയിൽ അതീവ ജാഗ്രത. സ്ഫോടനത്തിൽ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി. പരിക്കേറ്റവരെ മോദി സന്ദർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. സ്വർണം ചെമ്പാക്കിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്ന് N. വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കൂട്ടുത്തരവാദിത്തമെന്ന റിപ്പോർട്ടിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ്ടും സാവകാശം തേടി പത്മകുമാർ. ശബരിമല കേസുകളിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്ത അന്വേഷണ സംഘം. കുവൈറ്റ് അബ്ദലിയിലെ എണ്ണ ഖനന കേന്ദ്രത്തിൽ അപകടം. 2 മലയാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് തൃശൂർ സ്വദേശി നിഷിൽ സദാനന്ദൻ, കൊല്ലം സ്വദേശി സുനിൽ സോളമൻ എന്നിവർ. സൗദിയിലെ സ്കൂളുകളിൽ രക്ഷിതാക്കൾക്ക് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പ്രവേശിക്കുന്നത് വിലക്കാൻ സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം. അടുത്ത ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. രക്ഷിതാക്കൾക്ക് മദ്രസത്തി പ്ലാറ്റ്ഫോം വഴി അപ്പോയിന്റ്മെന്റ് എടുക്കാം. സൗദി ആരോഗ്യ മേഖലയിലെ 7 ജോലികളിൽ ഓവർടൈം വേതനം നിർത്തിവെക്കാൻ സൗദി ഹെൽത്ത് ക്ലസ്റ്റർ തീരുമാനം. മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നീഷ്യൻ, ഹോം ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് ബാധകം. ഓവർടൈം ആനുകൂല്യം വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കണമെന്ന് ആശുപത്രികൾക്ക് സർക്കുലർ അയച്ചു. ഡൽഹി സ്ഫോടനത്തിന് 60 മുതൽ 70 കിലോ വരെ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചിരിക്കാമെന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ 10 ദിവസത്തിലധികം അൽഫലാ സർവകലാശാലയിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഡോക്ടർ ഉമർ നബി 3 ദിവസമായി ചെങ്കോട്ട പരിസരത്തുണ്ടായിരുന്നു. സർവകലാശാലയ്ക്ക് സംഭവത്തിൽ പങ്കില്ലെന്ന വിശദീകരണവുമായി വൈസ് ചാൻസലർ ഭൂപീന്ദർ കൗർ ആനന്ദ് രംഗത്തെത്തി. അതിനിടെ ഉമർ നബിയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു വാഹനം കൂടി കണ്ടെടുത്തു. ചുവന്ന ഇക്കോസ്പോർട്ട് വാഹനമാണ് കണ്ടെടുത്തത്. സ്ഫോടനം നടന്ന ചെങ്കോട്ടയ്ക്ക് സമീപത്ത് നിന്ന് കിട്ടിയ തെളിവുകൾ ക്രോഡീകരിച്ചതോടെയാണ് അമോണിയം നൈട്രേറ്റ് തന്നെയാണ് സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഫരീദാബാദിൽ പിടിയിലായ ഡോക്ടർമാരുമായി സ്ഫോടക വസ്തുക്കൾക്ക് ബന്ധമുണ്ടെന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. 70 കിലോ വരെ രാസവസ്തുക്കൾ സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരിക്കാമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഉമർ നബി ചെങ്കോട്ടയുടെ പരിസരത്ത് തന്നെയുണ്ടായിരുന്നു. സുരക്ഷയും സ്ഥലത്തെ സാഹചര്യവുമെല്ലാം മനസ്സിലാക്കിയ ശേഷം വലിയ ആക്രമണത്തിനായിരുന്നു പദ്ധതി. എന്നാൽ ഇതിനിടയിൽ ജമ്മു കശ്മീർ പോലീസ് നടത്തിയ നിർണായക നീക്കമാണ് പദ്ധതികൾ പൊളിച്ചത്. അന്വേഷണ സംഘം കൂട്ടാളികളിലേക്ക് എത്തിയതോടെ ആസൂത്രണം പാതിവഴിയിൽ ഉപേക്ഷിച്ച് വേഗത്തിൽ സ്ഫോടനം നടത്തി. സ്ഫോടനത്തിനായി വാങ്ങിയ കാർ 10ലധികം ദിവസം അൽഫലാ സർവകലാശാലയിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഒക്ടോബർ 29-ന് താരിഖിൽ നിന്ന് വാങ്ങിയ കാർ ഉമർ ക്യാമ്പസിനകത്ത് കൊണ്ടുവന്ന് സൂക്ഷിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയുമായി ബന്ധമുള്ള നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവവുമായി സർവകലാശാലയ്ക്ക് ബന്ധമില്ലെന്ന വിശദീകരണവുമായി വൈസ് ചാൻസലർ ഭൂപീന്ദർ കൗർ ആനന്ദ് രംഗത്തെത്തി. സർവകലാശാലയിലെ 2 ഡോക്ടർമാരെയാണ് അന്വേഷണ സംഘം പിടികൂടിയിട്ടുള്ളത്. എന്നാൽ സർവകലാശാലയ്ക്ക് ഇവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ല. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയും നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമെന്നും VC പറയുന്നു. അതിനിടെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഫത്തേപൂരിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹിയിൽ നടന്നത് ഭീകരവാദ നീക്കമെന്ന് കേന്ദ്ര സർക്കാർ. ചെങ്കോട്ട സ്ഫോടനത്തിൽ കേന്ദ്ര മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി 2 മിനിറ്റ് നേരം മൗനം ആചരിച്ചു. ഭീകരവാദത്തോട് ഒരു സന്ധിയുമില്ലെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ ഏജൻസികളോട് ആഴത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. ചെങ്കോട്ടയിലുണ്ടായത് ദേശവിരുദ്ധ ശക്തികൾ നടത്തിയ ഹീനമായ പ്രവൃത്തിയാണെന്നും യുക്തിരഹിതമായ അക്രമ പ്രവൃത്തിയാണ് നടന്നതെന്നും കേന്ദ്ര മന്ത്രിസഭ വിലയിരുത്തി. അതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നഗരത്തിലെ തിരക്കേറിയ റോഡിലൂടെ പതിയെ കാർ നീങ്ങുന്നതും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതുമാണ് ദൃശ്യത്തിലുള്ളത്. സംഭവത്തിന്റെ 15 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന് സമീപമുള്ള തിരക്കേറിയ റോഡിലൂടെ വാഹനങ്ങൾ പതിയെ നീങ്ങുന്നതും പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകുന്നതും തീഗോളം ഉയരുന്നതും വീഡിയോയിലുണ്ട്.
സ്ഫോടനത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം കഴിഞ്ഞ് ഡൽഹിയിൽ എത്തിയതിന് പിന്നാലെയാണ് മോദി ലോക്നായക് ആശുപത്രിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആശുപത്രിക്ക് പുറത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും ഈ ആക്രമണത്തിന് പിന്നിലെ നിഗൂഢ ശക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മോദി എക്സിൽ കുറിച്ചു. ഡൽഹി സ്ഫോടനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും മൂക്കിന് താഴെയാണ് സ്ഫോടനം നടന്നതെന്നും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടിൽ അന്ന് ബോംബെ കലാപം നടന്നപ്പോൾ അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി അവിടെ നടത്തിയ പ്രസ്താവനകളെല്ലാം രാജ്യത്തിന് മുന്നിലുണ്ട്. സെക്യൂരിറ്റി ഫെയിലറാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള കാര്യമാണ് അന്ന് അദ്ദേഹം പറഞ്ഞു. അതിനേക്കാൾ ഗൗരവമല്ലേ ഇത്? ദേശീയ തലസ്ഥാനത്ത് നരേന്ദ്രമോദിജിയുടെയും അമിത്ഷായുടെയും ഒക്കെ തന്നെ മൂക്കിന് താഴെയാണ് ഈ വലിയ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത്. സീരിയസ് സെക്യൂരിറ്റി ഫെയിലറാണ്. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആഭ്യന്തരമന്ത്രി ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അമിത്ഷാ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണോ? അല്ല, ധാർമ്മികത ഉണ്ടെങ്കിൽ ആദ്യം രാജിവെക്കണം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. സ്വർണം ചെമ്പാക്കിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ എന്ന് N. വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കൂട്ടുത്തരവാദിത്തമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചോദ്യം ചെയ്യാനായി രണ്ടാമതും SIT നൽകിയ നോട്ടീസിൽ സാവകാശം തേടിയിരിക്കുകയാണ് പത്മകുമാർ. അതേസമയം പത്മകുമാറിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. കേസിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് N. വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണ് N. വാസു സ്വർണം ചെമ്പാക്കി മാറ്റിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2019 മാർച്ചിൽ നടന്ന ഗൂഢാലോചനയിൽ N. വാസു കച്ചവടക്കാർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണം പൂശിയതാണെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പുപാളികളെന്ന് ബോധപൂർവം ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസു എഴുതി നൽകുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ബാക്കി വന്ന സ്വർണം എന്ത് ചെയ്യണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിലിലൂടെ വാസുവിനോട് ചോദിച്ചിരുന്നെങ്കിലും അതിന് മറുപടി നൽകിയില്ല. സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വയ്ക്കാൻ N. വാസു പിന്തുണ നൽകിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ആ കാലയളവിലെ ദേവസ്വം ഭരണസമിതിക്കും ഇക്കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നതിലൂടെ A. പത്മകുമാറിന് കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. ചോദ്യം ചെയ്യാനായി രണ്ടാമതും SIT നോട്ടീസ് അയച്ചെങ്കിലും അസൗകര്യം കാരണം പത്മകുമാർ സാവകാശം തേടിയിട്ടുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യൽ എത്രയും വേഗം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പും ഈ കേസിൽ SIT ചുമത്തിയിട്ടുണ്ട്. അതിനിടെ N. വാസുവിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് ധർണയും സംഘടിപ്പിച്ചു. KPCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിൽ ദേശീയ നേതാക്കളടക്കം പങ്കെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ധർണ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആശാൻ സ്ക്വയറിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, DCC പ്രസിഡന്റ് N. ശക്തൻ, കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ അണിനിരന്നു. ദേവസ്വം മന്ത്രി VN. വാസവൻ രാജിവെക്കുക, സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുള്ള എല്ലാ കുറ്റവാളികളെയും പിടികൂടുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് നേതൃത്വം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. അമ്പലങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് വിശ്വാസികളെ ആയിരിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളിലും പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയയാണ് CPM നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ പാർട്ടി പിടിച്ചെടുക്കുന്നു പറഞ്ഞ പോലെ അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയ നടക്കുന്നത് CPM-ൽ. അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് വിശ്വാസമുള്ളവരൊക്കെ പിടിച്ച് അമ്പലത്തിന്റെ ഉത്തരവാദിത്വം കൊടുക്കും. വിശ്വാസികളെ മാറ്റി അവിശ്വാസികളെ തലപ്പത്ത് വെക്കുകയല്ല. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കള്ളന്മാർക്ക് കഞ്ഞി വയ്ക്കുന്നവരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേവലം വാസുവല്ല, നിരവധി വാസുമാർ ഇനിയും ജയിലിൽ പോകേണ്ടവരുണ്ട് എന്ന് കേരളത്തിലെ വിശ്വാസ സമൂഹവും ഒന്നടക്കം ഇതിനോടകം തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറ്റവിചാരണ ചെയ്യും. സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് K. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു.
ഈ സ്വർണ്ണക്കള്ളക്കടത്തും ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയും കൊണ്ട് നാണം കെട്ട് നിൽക്കുന്ന ഈ ഗവൺമെന്റ് തങ്ങളുടെ മുഖമൊന്ന് നന്നാക്കാനാണ്, മുഖമൊന്ന് വെളുപ്പിക്കാനാണ് ഇപ്പോൾ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവായ MM ഹസൻ അടക്കമുള്ളവർ പരിപാടിയുടെ ഭാഗമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി LDFനെതിരെ സ്വർണ്ണക്കൊള്ള വിവാദം രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ക്യാമറാമാൻ സുരേഷിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റിൽ അബ്ദലി പ്രദേശത്തെ എണ്ണക്കിണറിലുണ്ടായ അപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. തൃശൂർ സ്വദേശി നിഷിൽ സദാനന്ദൻ, കൊല്ലം സ്വദേശി സുനി സോളമൻ എന്നിവരാണ് മരിച്ചത്. തൊഴിലാളികളുടെ ദേഹത്ത് ഭാരമേറിയ വസ്തു വീണതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത്. ഇന്ന് പുലർച്ചെയാണ് കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റിഗ് കമ്പനിയിൽ അപകടമുണ്ടായത്. കോഴിക്കോട് കടപ്പുറം സ്വദേശി ജിജേഷിന് ഗുരുതരമായി പരിക്കേറ്റു. 2 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായാണ് റിപ്പോർട്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തി ഇരുവരുടെയും മൃതദേഹങ്ങൾ ജഹറ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. സൗദിയിൽ ആരോഗ്യ മേഖലയിലെ 7 ജോലികളിൽ ഓവർ ടൈം വേതനം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി സൗദി ഹെൽത്ത് ക്ലസ്റ്ററുകൾ വ്യക്തമാക്കി. അലവൻസുകളുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങളുടെയും പുനഃസംഘടന സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട റോയൽ കോർട്ട് സർക്കുലർ അടിസ്ഥാനമാക്കിയാണ് തീരുമാനം. മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക് ടെക്നീഷ്യൻ, ഹോം ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഡ്രൈവർ, സെക്യൂരിറ്റി ഗാർഡ്, മെസഞ്ചർ, കരാർ തൊഴിലാളി എന്നീ 7 വിഭാഗക്കാർക്ക് ഓവർ ടൈം ആനുകൂല്യം വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കണമെന്ന് ആശുപത്രികളുടെയും സ്പെഷ്യലിസ്റ്റ് സെന്ററുകളുടെയും ഡയറക്ടർമാർക്ക് അയച്ച സർക്കുലറിൽ വ്യക്തമാക്കുന്നു. സൗദിയിലെ സ്കൂളുകളിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ രക്ഷിതാക്കൾ പ്രവേശിക്കുന്നത് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം വിലക്കുന്നു. അടുത്ത ഞായറാഴ്ച മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. സ്കൂൾ സന്ദർശനങ്ങൾ നിയന്ത്രിക്കാനും വിദ്യാഭ്യാസ പ്രക്രിയയുടെ സുഗമവും സുരക്ഷിതവുമായ പ്രവർത്തനം ഉറപ്പാക്കാനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണിത്. മദ്രസത്തി പ്ലാറ്റ്ഫോം വഴി രക്ഷിതാക്കൾക്ക് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ കഴിയും. അധ്യയന ദിവസങ്ങളിൽ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകാനുള്ള അനുമതിക്കായുള്ള അപേക്ഷകളും പ്ലാറ്റ്ഫോം വഴി മാത്രമായി പരിമിതപ്പെടുത്തും. സൗദിയിലെ സ്കൂളുകളിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ രക്ഷിതാക്കൾ പ്രവേശിക്കുന്നതിന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം വിലക്കുകയാണ്. അടുത്ത ഞായറാഴ്ച മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. കുവൈറ്റിലെ സ്വകാര്യ സ്കൂളുകളിലെ ജീവനക്കാരുടെ ജോലി സമയം കണക്കാക്കുന്നതിന് പുതിയ രീതി അംഗീകരിച്ച് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ പ്രക്രിയ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നിവ ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ തീരുമാനത്തിലെത്തിയത്. കുവൈറ്റ് ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂളുകൾ സമർപ്പിച്ച നിർദ്ദേശം ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹ് അംഗീകരിച്ചു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജോലിയുടെ സ്വഭാവം, വിദേശ അറബിക് പാഠ്യപദ്ധതിയിലുള്ള സ്കൂളുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പ്രവൃത്തി ദിവസങ്ങൾ, ആഴ്ചയിലെ മൊത്തം സമയം എന്നീ ഘടകങ്ങളെല്ലാം പരിഗണിച്ചാണ് പുതിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന SIR സംബന്ധിച്ച് പ്രവാസികളിൽ നിലനിൽക്കുന്ന ആശങ്കകൾ ദൂരീകരിക്കുന്നതിനായി ജിദ്ദ OICC മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി മലപ്പുറം NGO ഭവനിൽ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. യോഗത്തിൽ UM ഹുസൈൻ മലപ്പുറം അധ്യക്ഷത വഹിച്ചു. SIR സംബന്ധിച്ച വിശദീകരണവും സംശയ നിവാരണവും BLOമാരായ റൌഫ് മാസ്റ്റർ, ഗീത ടീച്ചർ എന്നിവർ നൽകി. പ്രവാസികൾക്ക് SIR പ്രക്രിയയെക്കുറിച്ച് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അവർ പറഞ്ഞു. യൂനുസ് കൊനോല, ഹമീദ് ഔലൻ എന്നിവർ നേതൃത്വം നൽകി. മസ്കറ്റ് കലാ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന മസ്കറ്റ് കലോത്സവം ഒമാന്റെ മണ്ണിൽ പ്രവാസികൾക്കുള്ള ഉത്സവ വിരുന്നായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സ്റ്റാർ വിഷന്റെ ബാനറിലാണ് 3 ദിവസം നീണ്ടുനിൽക്കുന്ന കലാമേള ഒരുക്കുന്നത്. നവംബർ 26, 27, 28 തീയതികളിൽ മസ്കറ്റിൽ സീബിലുള്ള റെമി ഡ്രീം റിസോർട്ടിലാണ് കലോത്സവം നടക്കുന്നത്. 35ലധികം കലാമത്സരങ്ങൾ ഒരേ സമയം 3 വേദികളിലായി അരങ്ങേറും. കേരളത്തിൽ നടക്കുന്ന കലോത്സവ വേദികൾ പോലെ ഷോപ്പിംഗ്, എക്സിബിഷൻ സ്റ്റാളുകൾ, നാടൻ തട്ടുകടകൾ എന്നിവയും ഉണ്ടാകും. മുൻ കലാതിലകവും സിനിമാ സീരിയൽ താരവുമായ അമ്പിളി ദേവി, അഖില ആനന്ദ്, രാജേഷ് വിജയ്, ലക്ഷ്മി ജയൻ എന്നിവർ നയിക്കുന്ന നൃത്ത സംഗീത മെഗാ ഷോയും അവസാന ദിവസം അരങ്ങേറും. ഭാരവാഹികളായ ശ്രീകുമാർ കൊട്ടാരക്കര, സിബി ബാബു, വിനോദ് വി, സജിത വിനോദ്, നിഷ ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുവൈറ്റിലെ ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ ആൻഡ് കൗൺസിൽ നാളെ 24ാം വാർഷികവും അവാർഡ് നൈറ്റും സംഘടിപ്പിക്കുന്നു. വേൾഡ് റോഫ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ കുവൈറ്റ് വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ഖലീഫ അബ്ദുള്ള അൽ അജിൽ IBPC വാർഷിക ദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപാഠി ചടങ്ങിൽ പങ്കെടുക്കും. ബിസിനസ് പ്രമുഖർ, വ്യവസായികൾ,
നയതന്ത്രജ്ഞർ എന്നിവരെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് IBPC നടത്തുന്നതെന്ന് ചെയർമാൻ കൈസർ ഷാക്കീർ പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ ബിസിനസ്സുകാരെയും പ്രൊഫഷണലുകളെയും സംഭാവനകളെ അംഗീകരിക്കുകയും വിവിധ വിഭാഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്യും. ഇന്ത്യ കുവൈത്ത് വ്യാപാര സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവന നൽകിയ 5 കുവൈറ്റ് സ്വദേശികൾക്കും 5 ഇന്ത്യക്കാർക്കുമാണ് അവാർഡ് നൽകുന്നതെന്ന് സെക്രട്ടറി സുരേഷ് KP അറിയിച്ചു. സൗദിയിലെ പ്രധാന നഗരങ്ങളായ ജിദ്ദ, റിയാദ്, ദമാം നഗരങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ കരിയർ മേള നാളെ ആരംഭിക്കും. നവംബർ 13 രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലും 14-15 തീയതികളിൽ അൽ കോബ ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂളിലും 17 റിയാദ് ഇന്റർനാഷണൽ സ്കൂളിലുമാണ് പരിപാടി. ഇന്ത്യയിൽ നിന്നുള്ള 25 പ്രമുഖ സർവകലാശാലകളിൽ നിന്നുള്ള പ്രതിനിധികൾ മേളയിൽ പങ്കെടുക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ സംഘാടകരായ റിയാസ് മുല്ല, ത്രിഭുവൻ പ്രതാപ് സിംഗ് എന്നിവർ പറഞ്ഞു. ഇന്ത്യൻ സർവകലാശാലകളെയും സൗദി അറേബ്യയിലെ വിദ്യാർത്ഥികളെയും ബന്ധിപ്പിക്കുകയാണ് മേളയുടെ ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഇന്ത്യയിൽ പഠിക്കുക പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളുടെ പിന്തുണയോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. സൗദിയിലെ അൽ ഖസീം മേഖലയിൽ വടംവലി കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് QIVA എന്ന പേരിൽ കൂട്ടായ്മ നിലവിൽ വന്നു. കായികരംഗത്തെ വളർച്ചയും ജീവകാരുണ്യവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൂട്ടായ്മ മുന്നോട്ടു പോകുമെന്ന് യോഗം പറഞ്ഞു. മെജോ ജോർജ് ആമുഖ പ്രഭാഷണം നടത്തിയ പരിപാടിയിൽ QIVA അസോസിയേഷൻ ഭാരവാഹികളായി അബ്ദു കിച്ചേരി, അൻഷാദ് ബുക്കൈരി, സുരേഷ് കുമാർ എന്നിവരെ യഥാക്രമം പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററായി തിരഞ്ഞെടുത്തു. യോഗത്തിൽ അസോസിയേഷൻ ലോഗോയും പ്രകാശനം ചെയ്തു. ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നതായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. CPI നേതൃത്വം മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് സർക്കാർ കത്തയച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കത്തയച്ചതായി മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണിതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. അതേസമയം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെതാണ്. CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായി കാട്ടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചത്. PM ശ്രീ പദ്ധതി നടത്തിപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുന്നതായാണ് കത്തിലെ പരാമർശം. CPIയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് കഴിഞ്ഞ മാസം 29-ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് PM ശ്രീയിൽ നിന്നും പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ താമസം വന്നതോടെ CPI നേതൃത്വം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അതൃപ്തി അറിയിച്ചു. മന്ത്രിമാരായ K രാജൻ, P പ്രസാദ് എന്നിവർ മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് കത്തയക്കുന്നത് നീട്ടിക്കൊണ്ടുപോകുന്നതായി CPI അറിയിച്ചു. തുടർന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കത്തയച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കത്തയച്ചതായി മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞു. PM ശ്രീയുടെ വിഷയം ക്യാബിനറ്റ് ചർച്ച ചെയ്തതിന് ശേഷം ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നല്ലോ. വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനായിക്കൊള്ള ഒരു സബ് കമ്മിറ്റി തുടർ നടപടികൾ നിർത്തിവെക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിപ്പോൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഉപസമിതി കൂടി ആലോചിക്കും. LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണിതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഇത് ഉറപ്പിച്ചു പറയട്ടെ, വീണ്ടും LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. PMC പോലെ ഒന്ന് LDFന് ഈ തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റൂ. അതേസമയം പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ നിയമപ്രശ്നമുണ്ടാകുമെന്നാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ തടഞ്ഞുവെച്ച SSK ഫണ്ടിൽ 109 കോടി രൂപ അനുവദിച്ചതിൽ 91.41 കോടി രൂപ സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നു. ബാക്കി 17.6 കോടി രൂപ ഈ ആഴ്ച അനുവദിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ പിന്മാറ്റം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചു. PP ദിവ്യയ്ക്ക് ഇത്തവണ സീറ്റില്ല. CPM ജില്ലാ കമ്മിറ്റി അംഗം അനുശ്രീ പിണറായി ഡിവിഷനിൽ മത്സരിക്കും. കണ്ണൂരിൽ 25 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 16 CPM മത്സരിക്കും. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയയായ PV ദിവ്യയ്ക്ക് സീറ്റ് നിഷേധിച്ചു. SFI മുൻ സംസ്ഥാന പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ അനുശ്രീ പിണറായി ഡിവിഷനിൽ ജനവിധി തേടും. ബിനോയ് കുര്യൻ ഒഴികെ എല്ലാ സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ബിനോയ് കുര്യൻ CPMന്റെ ശക്തി കേന്ദ്രമായ പെരളശ്ശേരി ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. PP ദിവ്യ മത്സരിച്ച് ജയിച്ച കല്യാശ്ശേരി ഡിവിഷനിൽ VV പവിത്രനാണ് ഇത്തവണ സ്ഥാനാർത്ഥി. ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി K മോഹനനാകട്ടെ മയ്യിൽ ഡിവിഷനിലാണ് ജനവിധി തേടുന്നത്. കുഞ്ഞിമംഗലം ഡിവിഷനിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് PV ജയശ്രീയാണ് സ്ഥാനാർത്ഥി. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ജില്ലാ പഞ്ചായത്തിൻ്റെ
കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനമെന്ന് പറയുന്നത് മികച്ച പ്രവർത്തനം, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വരാജ് ട്രോഫി ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമേ തീരുമാനിക്കുകയുള്ളൂവെന്ന് കെ രാഗേഷ് പറഞ്ഞു. 9 സീറ്റുകളിൽ മത്സരിക്കുന്ന ഘടകകക്ഷി സ്ഥാനാർത്ഥികളുടെ പട്ടിക അടുത്ത ദിവസമാവും പ്രഖ്യാപിക്കുക. അമൃത ന്യൂസ്, കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള LDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 70 സ്ഥാനാർത്ഥികളെയാണ് LDF ഇന്ന് പ്രഖ്യാപിച്ചത്. ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ PTA പ്രസിഡന്റ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നഗരസഭയിൽ ഭരണ തുടർച്ച ലക്ഷ്യം വെച്ചാണ് LDF തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത്. ആകെ 76 ഡിവിഷനുകളുള്ള നഗരസഭയിൽ 70 ഡിവിഷനുകളിലേക്കുമുള്ള LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇന്ന് നടന്നത്. 6 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് LDF സ്ഥാനാർത്ഥി പട്ടിക. 40 വനിതകളാണ് ഇക്കുറി LDFനായി മത്സര രംഗത്തുള്ളത്. ഈ പാനലിൽ ജയിച്ചു വരുന്ന ആർക്കും മേയറാകാൻ, വനിതകളായി ജയിക്കുന്ന ആർക്കും ഇപ്പോൾ മേയറാകാൻ യോഗ്യരായ ആളുകളാണ്. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്, ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ്. ആ പ്രകടന പത്രികയാകട്ടെ ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിലിനെ അടക്കം മത്സരിപ്പിച്ചാണ് NDA ജനവിധി തേടുന്നത്. NDA സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി പ്രതിനിധിയായാണ് ജോഷി മത്സരിക്കുന്നത്. 32 ഡിവിഷനുകളിലേക്കാണ് NDA ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വികസിത കേരളത്തിന്റെ തദ്ദേശീയ ആവിഷ്കാരമാണ് ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി വികസിത കൊച്ചി എന്നുള്ള സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പതിറ്റാണ്ടുകളായി BJP ജയിച്ചു വരുന്ന മട്ടാഞ്ചേരി ചെർളായി ഡിവിഷനിൽ ഇക്കുറി പുതുമുഖത്തെയാണ് BJP മത്സര രംഗത്തിറക്കിയത്. പ്രവിത ES ആണ് ഇവിടെ സ്ഥാനാർത്ഥി. ഇന്നലെ UDF സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് LDFും BJPയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. കേരള സർവകലാശാല ജാതി അധിക്ഷേപ പരാതിയിൽ SFIയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പ്രതിഷേധിച്ചു. കേരള സർവകലാശാലയിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. VCയുടെ കാർ പ്രവർത്തകർ തടഞ്ഞുവെച്ചു. പ്രതിഷേധത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം 18-ാം തീയതിയിലേക്ക് മാറ്റി. അതേസമയം ഡീൻ CN വിജയകുമാരിയെ പിന്തുണച്ചെത്തിയ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രസ്താവന വിവാദത്തിലായി. ജാതി അധിക്ഷേപ പരാതി ഉയർന്ന CN വിജയകുമാരിയെ പുറത്താക്കുക, വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു SFI പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് സർവകലാശാല പടിക്കെട്ട് വരെ എത്തി പ്രതിഷേധിച്ചു. സെനറ്റ് യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ വൈസ് ചാൻസലറുടെ വാഹനം SFI പ്രവർത്തകർ തടഞ്ഞതോടെ സംഘർഷ സാഹചര്യമുണ്ടായി. സർവകലാശാല ആസ്ഥാനത്ത് ചേർന്ന സെനറ്റ് യോഗം ഇന്നും സ്തംഭിച്ചു. ഇടത് അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി വിജയകുമാരിക്കെതിരെ പ്രതിഷേധിച്ചു. പൊതു വളർച്ചയും മുന്നേറ്റവും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സർവകലാശാലയിലെ ഒരു അധ്യാപികയായ, ഈ സഭയിലെ ഒരു അംഗമായിട്ടുള്ള ശ്രീ വിജയകുമാരിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച വന്നിട്ടുള്ളത്. യോഗത്തിൽ നിന്നിറങ്ങിയ BJP അംഗങ്ങൾ വിജയകുമാരിയെ പിന്തുണച്ച് നടത്തിയ പരാമർശം വിവാദമായി. ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. പിന്നാലെ ഇത് കണ്ടുനിന്ന SFI പ്രവർത്തകരും BJP അംഗങ്ങളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സർവകലാശാലയിൽ രാഷ്ട്രീയ വിഷയമുയർത്തി ഭരണസ്തംഭനം സൃഷ്ടിക്കുകയാണെന്ന് കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗങ്ങളും ആരോപിച്ചു. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം തുടരുവാനാണ് SFI പ്രവർത്തകരുടെ തീരുമാനം. പ്രതിഷേധത്തെ തുടർന്ന് കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം 18-ാം തീയതിയിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോക ക്രിക്കറ്റിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടുകൊണ്ട് കാഴ്ച പരിമിതർക്കായി SBI വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ മത്സരം ന്യൂഡൽഹി മോഡേൺ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. മുൻ കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ MP ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ചു.
കാഴ്ച പരിമിതർക്കായുള്ള ഇന്ത്യ ശ്രീലങ്ക T20 മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 13.3 ഓവറിൽ 41 റൺസിന് ഓൾ ഔട്ടായി. മറുപടിയായി വിക്കറ്റ് നഷ്ടമില്ലാതെ 43 റൺസ് നേടിയ ഇന്ത്യ വിജയിച്ചു. ക്യാപ്റ്റൻ ദീപിക TC 14 പന്തിൽ നിന്ന് 26 റൺസ് നേടി പുറത്താകാതെ നിന്നു. അനേകാദേവി 6 പന്തിൽ നിന്ന് 15 റൺസ് നേടി. മുൻ കായിക മന്ത്രി അനുരാഗ് താക്കൂർ MP മത്സരം ഉദ്ഘാടനം ചെയ്തു. സമർത്ഥനം ട്രസ്റ്റ് ഫോർ ദി ഡിസേബിൾഡിനൊപ്പം ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് ഇൻ ഇന്ത്യ, ശ്രീലങ്ക ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് വിഷ്വലി ഹാൻഡിക്യാപ്പ് എന്നീ സംഘടനകളാണ് ടൂർണമെന്റ് നടത്തുന്നത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, US എന്നീ ടീമുകൾ തമ്മിലുള്ള മത്സരം നവംബർ 23 വരെ ന്യൂഡൽഹി, ബംഗളൂരു, കൊളംബോ എന്നിവിടങ്ങളിലായി നടക്കും. മുൻ വിദേശകാര്യ സഹമന്ത്രിയും സംഘാടക സമിതി ചെയർപേഴ്സണുമായ മീനാക്ഷി ലേഖി, ദേശീയ സുരക്ഷാ ഉപദേശക സമിതി അംഗം ഡോക്ടർ G സതീഷ് റെഡ്ഡി, വേൾഡ് ബ്ലൈൻഡ്സ് ക്രിക്കറ്റ് കൗൺസിൽ സെക്രട്ടറി ജനറൽ രജനീഷ് ഹെൻറി, സമർത്ഥനം ട്രസ്റ്റിന്റെ സ്ഥാപകനും ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് ഇൻ ഇന്ത്യ ചെയർമാനുമായ ഡോക്ടർ മഹാന്തേഷ് G കിവതസന്നവർ, കാർത്തികേയ ശർമ്മ, ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ, ശ്രീലങ്കൻ ഹൈക്കമ്മീഷണർ മഹിഷിനി കേണൽ എന്നിവർ പങ്കെടുത്ത ചടങ്ങോടെയാണ് ഉദ്ഘാടന പരിപാടി നടന്നത്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ടെസ്റ്റ് 2020 ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഏകദിന ടീമിൽ നിലനിൽക്കണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാകണമെന്ന നിലപാടിൽ BCCI. ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് നിർദ്ദേശം. BCCIയുടെ നിർദ്ദേശത്തിനു പിന്നാലെ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാൻ സന്നദ്ധനാണെന്ന് രോഹിത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കോഹ്ലി തീരുമാനമെടുത്തിട്ടില്ല. 2 ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചതിനാൽ മത്സരക്ഷമത നിലനിർത്താൻ അവർ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്നാണ് ആവശ്യം. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.